ഒരു നല്ല കാഴ്ച കാണിച്ചു നമ്മുടെ നെക്സ്റ്റ് സോങ് മധുമാസം ബിരിയാണി. ഹലോ ഗായ്സ്, നിങ്ങൾക്കൊരു നല്ല കാഴ്ച കാണിച്ചു തരാം. ഇവനാണ്, പേര് ലിജേഷ്. ഇതാണ് ക്യാമറമാൻസ്, ഞാനാണ് സെലിബ്രിറ്റി. ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ തിന്നാനുള്ളത് റംബൂട്ടാണ്. അത് അത്യാവശ്യത്തിന് ഇപ്പോൾ പൂത്തുറ കാലത്ത് പഴുത്ത കാലത്ത് ഞാൻ എത്തിയത്. നിലത്തൊക്കെ റംബൂട്ടാൻ വീണ്ടെടുക്കെ ഉണ്ടാവും. ഇതൊക്കെ തിന്നാം. ഹെവി റംബൂട്ടാൻ. ഏത് സാധനം? അത് കൊണ്ടുവരാം നമുക്ക്. കഴിച്ച് റംബൂട്ടാൻ പൊട്ടിക്കുന്നത് കവറിലൊക്കെ ഉണ്ടാകും. ബാഗ് മൊത്തം റംബൂട്ടാൻ ആകെ വച്ചയാണ്. നമ്മളെല്ലാം പൊട്ടിച്ചു. വയസ്സ കന്നിൽ കണ്ടെത്തുന്നു ഓരോന്ന്. പിന്നെ രാത്രി പട്ടണ എടുക്കണ്ടല്ലേ? മതി പിന്നെ ഒട്ടിക്കാം. അപ്പോഴേക്കും പഴുക്കും. കഴിച്ചണ്ട റംബൂട്ടാൻ കണ്ട. ഈ മരത്തിൽ ഒരു കൊമ്പിൽ ഒരു 500 റംബൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം മൊത്തത്തിൽ 2000 റംബൂട്ടാൻ അതിലുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പുറത്ത് പോകേട്ടാ കേസ്. ലിജേഷ് അല്ലേ, ആകാശേട്ടൻ. ഹായ്. സോ ദിസ് ഈസ് റംബൂട്ടാൻ ടേസ്റ്റിംഗ് ഗ്രൗണ്ട് ഓഫ് മീ. ഇനി നമ്മൾ പൂളുണ്ട്, പുഴയുണ്ട്, ലിജേഷ് ഉണ്ട്. ഈ കമ്മലിൽ നാട്ടിൽ ഡൗട്ടായിരിക്കും ആരാണ് ലിജേഷ്, ആരാണ്. രണ്ടും ഒന്നാണ് കേസ്. കമന്റിൽ പെടാത്തൊരു സാധനമുണ്ട്, ഇന്നേ വരെ ആരും പറയാത്തൊരു ഡയലോഗ്. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതിനെ കുറിച്ച് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. കഴിച്ചണ്ട. ഇത് നമുക്ക് വെള്ളത്തിൽ എടുത്ത് ചാടാൻ പറ്റും നമുക്ക് തോന്നും, പക്ഷെ ചാടാൻ പറ്റില്ല. കാരണം ചാടിക്കും ചാവും. വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ നല്ല ചായ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നിട്ട്, ചായ അല്ലെങ്കിൽ ബീർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നിട്ട് അവിടെ നിന്ന് ചാടാനല്ല, അതവിടെ നിൽക്കാനുള്ളതാണ്. ഇതിങ്ങനെ വ്യൂ എൻജോയ് ചെയ്യുക. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ വെള്ളം വയ്ക്കുന്നുണ്ട്. റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ബിസി ഗൈസ്. 3, 2, 1. നമ്മുടെ സിംഗേഴ്സ് ലിജേഷ്, വൈശാഖ്, നമ്മുടെ ഓഡിയൻസ് ആകാശ്. വരും ഇപ്പോഴും കാൽത്തള കേട്ടു ഞാൻ, മണിമുറ്റത്തെരിഞ്ഞു ഞാൻ. പരിമളം പറയാതെ എന്താതെ മൃദുതൊന്നു ജനിച്ചാട്ടെ. മധുരയ്ക്കും വരും നേരം തൃപാദം മിഴി തൊട്ട് തൊഴുതാട്ടെ. വെണ്ണ കവർന്ന കവർന്നേ വെണ്ണ കറഞ്ഞ് കരഞ്ഞല്ല പാടാമിനിയൊരു ലോല പല്ലവി പാടാ. ഞാൻ പാടും, സിമ്പിളായിട്ട് ഓടും. തരം പറട്ടാ വ്ളോഗാണ്, വ്ളോഗ്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് നടന്നൊരു കാലത്തന്നു ഓടി നടന്നൊരു പെണ്ണെ. കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് അതിന് വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോരക്കൂട്ടത്തിനോരത്തു നിൽക്കണ മരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സോങ് മധുമാസം ബിരിയാണി. വിജേഷാണ് കേടുന്നത്. പിടിച്ചോ. എന്ത് ചെയ്യാൻ ഇതിന് മുഖം നീല സൗണ്ട്.
മധുമാസം വിരിയണ് വിരിയണ് മനസാകെ കുളിര് ഒയ്യാര ഒയ്യാര തില്ലാര സമയം എടുക്കട്ടെ പാട്ടിൻ തീരത്ത് അറിയാതെ ഞാനാ നീല കണ്ണിൽ പൊന്നും നിന്നും മാസം വിരീട് വിരീട് മനസാകെ കുളിരിട് കുളിരിട് കൊയ്യാര തില്ലാര കുട്ടനാടൻ കായലില് കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുളിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തുള്ളും ഷോട്ട് ഞാനാ വീഡിയോ ഫോട്ടോക്കുണ്ട് ഗൈസ്. നടുമുറ്റം അവിടെ മഴ ഇങ്ങനെ നിൽക്കാം. കൊള്ളാമല്ലേ? ഫ്രണ്ട്സൊക്കെ ഇവിടെ എന്തെങ്കിലും ചെറിയ കളികളൊക്കെ കളിക്കാം. ഇതാണ് നമ്മുടെ റൂം. 2 റൂമുണ്ട് ഇവിടെ. താഴെ പിന്നെ മുകളിൽ ഇതുപോലത്തെ 2 റൂമുണ്ട്. ഉച്ചയ്ക്കുണ്ട് ലൈറ്റാണ്. അയ്യോ പക്ഷേ ഇങ്ങനെ സെറ്റല്ലേ? മുകളിലുള്ള മച്ചി. അത് ഇവിടെ പാത്രം അത്യാവശ്യം വലിയ പാത്രമാണ്. ആ ബെഡ്റൂം നേരെ ഇങ്ങടി വരും. ഇവിടെ ബെഡ്റൂം, അതിൻ്റെ അപ്പുറത്ത് പുറത്തേക്കുള്ള വഴി, ഇതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തേക്കുള്ള വഴി. മുഴുവൻ കേസ് ഞാൻ മോളിൽ കൂടി കാണിച്ചു തരാം. എന്നാൽ ഭക്ഷണം കഴിച്ച മച്ചി ഭയങ്കര ഗതികൂടമായ സ്ഥലമാണ് ഗൈസ്. രാത്രി പ്രേതകഥ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ചമ്മന്തിയാവും. ബെഡ്റൂം, മൂടാണ്. പുറത്തേക്ക് ഇറങ്ങിയ ബാൽക്കണി. യാത്ര പോകുന്നത് ഇവിടെ മാംഗോസ്റ്റിൻ വേറെ സാധനമില്ല, മാംഗോസ്റ്റീനും കൂടി ഉണ്ടായതാ. ചെലയിട്ടില്ലല്ലേ, കുഴപ്പമില്ല. ഇതൊക്കെ ജാതിക തോട്ടം. പഴയ ജന്മിമാർ വിടാന്നുണ്ട്. ജന്മില്ല, പഴയ റിച്ച് ഗൈസ്. ഓക്കെ, പണക്കാരനായി ഇതുപോലൊക്കെ ഒരു വീടിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് ചെയ്യണം. എന്തൊരു പേടിയാന്ന് റീനോൾട്ടേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കണ്ട. ഇവിടൊക്കെ ആൾക്കാരെ കൂടി ഇന്നലെ കഥ കെട്ടിട്ട് ആൾ പേടിച്ച് പിന്നെ ആളിന് വീട്ടിലേക്കില്ല. ഓരോ രക്ഷിക്കഥകൾ പറഞ്ഞ് സന്തോഷിക്കുക. പൊട്ടം പറയണോ? ടേബിളൊക്കെ ഉണ്ടോ? എന്തൊരു ടേബിൾ അറിയോ? ഒക്കെ എടുക്കുക. നൈസ് മൂഡ് സാധനങ്ങൾ. എന്താണ് ഡോർമെട്രി? ഇതിനുള്ള പ്രാഥമിക വിചാരിച്ചേ ഈശ്വര ലൈറ്റൊക്കെ അവിടെ പോയിടണേ. അയ്യോ, അവിടെ വരെ പോണതായിരിക്കില്ല ഗൈസ്. ഇവിടെ ലൈറ്റ് ആവട്ടെ. ആ എൻ്റെ അടുത്ത കണ്ട 4 ബെഡ്. അവിടെ ഒരു മച്ചുണ്ട്. അതിന് പോലെ യക്ഷി ഇറങ്ങി വരുന്ന പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ. യക്ഷിക്ക് ഉണ്ടോ ഗൈസ്? എന്തിനാണ് യക്ഷിക്ക്? നിങ്ങൾക്ക് സുഖമായിട്ട് മരിച്ചിട്ട് വീട്ടിൽ നിന്നാൽ പോരെ? മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്.
നേരെ ചാട്ടത്തിലേക്കുള്ളൂ വീഡിയോ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇറക്കില്ല.